ശ്രീമതി ഷീല, നമസ്കാരം. ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, 24 പുറത്തുവിടുന്ന വാർത്തയാണ്. നാരായണദാസ് പിടിയിലായിരിക്കുന്നു. എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഇപ്പൊ ന്യൂസ് നിങ്ങൾ വിളിച്ചു പറയുമ്പോഴാണ് ഞാൻ ഈ ന്യൂസ് അറിയണത്. ഞാനിപ്പോ വീട്ടിലല്ല, ഞാനിപ്പോ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കൊച്ചിന്റെ ആദ്യ കുർബാന സ്വീകരണമാണ്. അപ്പൊ അവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വിളിക്കുമ്പോഴാണ് ഞാൻ ഈ ന്യൂസ് അറിയണത്. പോലീസ് ഇയാൾക്ക് പിന്നാലെയായിരുന്നു. ഇപ്പോൾ പിടിയിലായിരിക്കുകയാണ് നാരായണദാസ്. ഒടുവിൽ ബംഗളൂരുവിൽ നിന്നാണ് പിടിയിലായത്. ഷീല, പിടിയിലായത്. വേറെ എനിക്ക് കേസിന്റെ വേറെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ലായിരുന്നു. അന്ന് സുപ്രീം കോടതി ജാമ്യം നിഷേധിച്ചു. അത് കഴിഞ്ഞിട്ട് പുതിയ അന്വേഷണ സംഘം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് മാത്രം എനിക്ക് അറിയുള്ളൂ. പിന്നെ വേറെ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല. അതെ, ഈ ഘട്ടത്തിൽ എന്താണ് ഇതേക്കുറിച്ച് പറയാനുള്ളത്? ഇത്രയധികം നാൾ ജയിലിൽ കഴിഞ്ഞു, അങ്ങനെയൊക്കെ കുറെ മാനസിക ബുദ്ധിമുട്ടുകളിലൂടെ എല്ലാം കടന്നുപോയ ഒരാൾ കൂടിയാണല്ലോ ഷീല. അതെ 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 ഇപ്പോഴും എനിക്ക് ആ വിഷമമുണ്ട്. അതായത് ഒരു തെറ്റും ചെയ്യാണ്ട് 72 ദിവസം കിടന്നു. അപ്പൊ ഇത് ചെയ്ത ആളെ ഇതുവരെ പിടികൂടാൻ പറ്റിയില്ല. അതിൽ ഭയങ്കര വിഷമമുണ്ട്. എല്ലാരും എന്നോട് ഇപ്പൊ ഈ കാരണം എന്താണെന്ന് എനിക്ക് അറിയില്ല ഇത് ചെയ്തതിന്. അപ്പൊ എല്ലാരും എന്നോട് ചോദിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നാണ്. ഇപ്പൊ ഫംഗ്ഷന് വന്നപ്പം കൂടി എല്ലാരും എന്നോട് അതാ ചോദിക്കുന്നത്. പക്ഷെ അതിനെ കുറിച്ച് എനിക്കൊരു വിവരം അറിയില്ലല്ലോ. ഇപ്പൊ കേട്ടപ്പോ ഇപ്പൊ സന്തോഷമുണ്ട് ആളെ പിടികൂടിയതില്. ഇനിയിപ്പൊ അത് എന്തിനു വേണ്ടി ചെയ്തെന്നൊക്കെ ആളെ അന്വേഷിച്ചെങ്കിലല്ലേ അതൊക്കെ വിവരം അറിയുള്ളൂ. അതെ, ഇപ്പൊ ഈ ഘട്ടത്തിൽ എന്താണ് പറയാനുള്ളത്? ഏതായാലും പ്രതി പിടിയിലായിരിക്കുന്നു. ഇനിയിപ്പോൾ ആഗ്രഹിക്കുന്നത് എന്താണ് ഷീല? ആഗ്രഹിക്കുന്നത് എന്താണ് പറഞ്ഞെങ്കിൽ അത് എന്തിനു വേണ്ടി അത് ചെയ്ത് അങ്ങനെ അതറിയണം. ഇത് എന്തിനു വേണ്ടിയാണ് ഈ കടുങ്ങൽ ചെയ്തത്? ഞാൻ ഓർത്തിട്ട് ഞാൻ അത്ര വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഇങ്ങനെ ചതിക്കാനായിട്ട് ഞാൻ വലിയ ആർക്കും ദ്രോഹം ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ അതെനിക്ക് ആഗ്രഹമുണ്ട്. ഇത് എന്തിനു വേണ്ടിയാ ചെയ്തത് എന്ന് അറിയാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. അതെ അതെ, ഈ പ്രതി ഇത് എന്തിനു വേണ്ടി ചെയ്തു എന്നൊക്കെയുള്ളത് അറിയണമെന്നതിനപ്പുറത്തേക്ക് എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി, ഈ പ്രതിനെ എനിക്ക് അറിയില്ല. ഈ നാരായണദാസ് എന്ന് പറയുന്ന വ്യക്തിനെ എനിക്ക് ഈ ന്യൂസിലൊക്കെ വരുമ്പോഴാണ് ഞാൻ അറിയണത്. ഈ പേര് തന്നെ ഞാൻ കേൾക്കുന്നത് ആദ്യമായിട്ടാണ്. അങ്ങനത്തെ ഈ അറിയാതെ ഒരു വ്യക്തി എന്നെ എന്തിനു വേണ്ടിയാ ചെയ്തത്, ആർക്ക് വേണ്ടിയാണ് ഇതിങ്ങനെ ചെയ്തത്, അങ്ങനെയാണ് അറിയാൻ ഒരു ഇതുണ്ടല്ലോ. ഞാന് ഇതിന്റെ ഇരയാണല്ലോ. ഇതിൽ പിന്നിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നൊരു സംശയമുണ്ട് അല്ലേ? അത് കണ്ടെത്തണമെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ താങ്കൾ കോടതിയിലേക്ക് പോയത് ഷീല. അതെ അതെ അതെ, ഗൂഢാലോചന പറഞ്ഞെങ്കിൽ ഇത് എന്തിനു വേണ്ടിയാണ് വെച്ചത്, എപ്പോഴാ ഇത് ഇവരിങ്ങനെ ചെയ്ത്? ഇത് ബാഗിലും വണ്ടിയിലും 2 ഭാഗത്തും വെച്ച് വിളിച്ചു പറഞ്ഞു. ഇത് ആ സമയത്തൊക്കെ ഞാൻ ആകെ നെറ്റിധരിച്ച് ഇതായിരുന്നു. ഇവര് വന്ന് എന്നെ അറസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ ഇതിനെക്കുറിച്ച് ഒരു വിവരമില്ലാതെ ഒരു വ്യക്തി പെട്ടെന്ന് മയക്കമരുന്ന് ബാഗിലുണ്ട്, വണ്ടിയിലുണ്ട് പറയണ്, എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോണ്. അതൊക്കെ എനിക്ക് ചിന്തിക്കാൻ പറ്റാതെ കുറെ അങ്ങനത്തെ കാലഘട്ടങ്ങളൊക്കെ ഞാൻ കടന്നുപോയി. ഓരോരുത്തരുടെ അടുത്ത് എനിക്ക് മറുപടി പറയാൻ പറ്റാണ്ടയും. പിന്നെ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കൊണ്ട് ഞാൻ ഇപ്പോഴും അവിശ്വസിക്കുന്നത് അതാണ്. ഞാൻ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഇത് അവര് വെച്ചത് ഒറിജിനൽ അല്ലാതെ കാരണം എനിക്കിപ്പോ പുറത്തിറങ്ങി നടക്കാനുള്ള ഇതിപ്പോ എല്ലാ ആൾക്കാർക്കൊക്കെ മനസ്സിലായി തുടങ്ങി ഞാൻ നിരപരാധിയാണെന്ന്. അതിന്റെ ഇടയ്ക്ക് പിടിച്ച സമയത്ത് എന്നെ കുറിച്ച് എന്തോരം പേര് ആവശ്യമില്ലാതൊക്കെ അതൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കാലഘട്ടങ്ങളൊക്കെ ഞാൻ കടന്നുപോയി. അതെ, ഇനിയിപ്പോൾ ഈ കേസിന്റെ അന്വേഷണം അത് കുറച്ചുകൂടി വേഗത്തിൽ നടക്കും. പോലീസ് ഏതായാലും പിന്നാലെയായിരുന്നു ഇയാളെ പിടികൂടിയിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പുറത്തു വരുമെന്നത് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? പ്രതീക്ഷിക്കാം. അതെ, നിങ്ങളെ മാതിരി ഞാനും അതന്നെ പ്രതീക്ഷിക്കുന്നത്. എനിക്കും ന്യൂസിൽ വരുമ്പോഴാണ് എനിക്ക് ഈ വിവരങ്ങളൊക്കെ ഞാനും അറിയുന്നത്. ഇതിൽ എക്സൈസിന്റെ ഒരു പങ്കിനെ കുറിച്ച് എന്താണ്? താങ്കൾ മുൻപും അത് പറഞ്ഞിട്ടുള്ളതാണ്, എങ്കിലും ഒരിക്കൽ കൂടി അത് എക്സൈസ് എന്തുകൊണ്ട് ഈ തരത്തിലേക്കൊക്കെ ഈ കേസിനെ മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളതിനെ കുറിച്ച് അതിനെ കുറിച്ച് അറിയില്ല. അതിപ്പോ അവര് അറസ്റ്റ് ചെയ്തെങ്കിലാണല്ലോ നമുക്ക് അറിയുള്ളൂ. എനിക്ക് ഈ എക്സൈസിന്റെ പങ്ക് ഇത് ഒറിജിനൽ അല്ലാത്ത സാധനം അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് അത് കണ്ടെങ്കിൽ ആക്കാമായിരുന്നു ഈ സാധനം ഒറിജിനൽ അല്ലാന്ന്. അത് അറിഞ്ഞോ എന്തോന്ന് എനിക്കറിയില്ല. എന്തായിട്ടും എന്നെ അവര് അറസ്റ്റ് ചെയ്തു. 72 ദിവസം പറഞ്ഞെങ്കിൽ ഒരു സാധാരണ ഒരു സ്ത്രീ 72 ദിവസം ജയിലിൽ കിടക്കുക പറയുമ്പോ ആ കാലഘട്ടങ്ങൾ കടന്നുപോയത് എനിക്കിപ്പോ ഓർക്കാൻ കൂടി വയ്യ. ഈ നാരായണദാസ് എന്നയാളെ ഒരു പരിചയവും ഇല്ല അല്ലേ?
ഇല്ല നാരായണദാസിന് ആളെ എനിക്ക് പേര് കേൾക്കണത് തന്നെ ഞാൻ ന്യൂസിൽ വരുമ്പോഴാണ് ഞാൻ പേര് അറിയണത്. ഇപ്പോൾ ജീവിതം സാധാരണ നിലയിലേക്ക് പതിയെ എത്തുകയാണോ, കൊണ്ടുവരികയാണോ ഷീല? ഇപ്പൊ ജീവിതം പറഞ്ഞെങ്കിൽ ഞാൻ രണ്ടാമത് പാർലർ തുടങ്ങി, അത് വിജയിച്ചില്ല. പിന്നെ ഞാൻ ഒരു 6 മാസം ചെന്നൈയിലായിരുന്നു, ഒരു ഡേ കെയറിലായിരുന്നു. ഇപ്പൊ വീണ്ടും നാട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പൊ ഞാൻ ആ മൊഴിയെടുക്കണ ആ സമയത്തൊക്കെയാണ് നാട്ടിൽ വന്നത്. അപ്പൊ അവിടെ എനിക്ക് ലീവ് എടുത്ത കാരണം ഇപ്പൊ അവര് വേറെ ആളെ കയറ്റി. ഇപ്പൊ ജോലിയൊന്നും ഇല്ല, ഇപ്പൊ വീട്ടിൽ തന്നെ ഇരിക്കണേ. ഇനി എന്തെങ്കിലും ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ. വളരെ നന്ദി ശ്രീമതി ഷീല സണ്ണി പ്രതികരിച്ചതിന്. ചാലക്കുടി ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജ ലഹരി കേസിൽ കുടുക്കിയ സംഭവത്തിൽ ഈ പ്രതി നാരായണദാസ് പിടിയിലായിരിക്കുന്നു. ബംഗളൂരുവിൽ നിന്നാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് എന്നതാണ് നമുക്ക് ലഭിച്ച വിവരം. ഇയാളെ തൃശ്ശൂരിലേക്ക് കൊണ്ടുവരും എന്ന വിശദാംശമാണ് ശ്രീകാന്ത് അല്പസമയം മുൻപ് പങ്കുവച്ചത്. ഈ കേസിൽ ഏറെ സുപ്രീം കോടതിയൊക്കെ ഇടപെട്ട ഒരു കേസ് കൂടിയാണ്. 70-ലേറെ ദിവസം ഷീല സണ്ണി ജയിലിൽ കഴിഞ്ഞൊരു കേസാണ്. പിന്നീട് ഇപ്പോൾ ഏറെ നാളുകൾക്ക് ശേഷമാണ് നാരായണദാസ് പോലീസിന്റെ പിടിയിലായത്. ശ്രീകാന്ത് തുടരുന്നുണ്ട്. ശ്രീകാന്ത്, ഇനിയിപ്പോൾ അടുത്ത നടപടിക്രമങ്ങൾ എങ്ങനെയാകും? ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്നൊക്കെ ഷീല സണ്ണി നേരത്തെ തന്നെ ആരോപിച്ചതാണ്. അങ്ങനെ വിപുലമായ തരത്തിലേക്ക് തന്നെ ഈ അന്വേഷണം മുന്നോട്ട് പോകുമല്ലോ, അല്ലേ? അനുജ, ഹൈക്കോടതി ഈ വിഷയത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കണമെന്ന് DGPക്ക് നിർദ്ദേശം കൊടുത്തുകൊണ്ടിട്ട ഉത്തരവിൽ സ്പഷ്ടമായി പറഞ്ഞിട്ടുണ്ട്. 4 മാസത്തിനകം ഇതിൽ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ളത്. സ്വാഭാവികമായും പോലീസിനത് ചെയ്യേണ്ടി വരും. പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം ഇനി ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തും. അതിനുശേഷം പ്രാഥമിക ചോദ്യം ചെയ്യലുണ്ടാകും. ഒപ്പം ഇയാളെ കോടതിയിൽ ഹാജരാക്കണം. പിന്നീട് കസ്റ്റഡിയിൽ വാങ്ങും. ആ ഘട്ടത്തിലായിരിക്കും ഈ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണം നീണ്ടുപോവുക. ഒപ്പം തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതോടനുബന്ധിച്ച് ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ ഇനി പോലീസിന് പിടിപ്പത് പണിയുണ്ട് നാരായണദാസിനെ കൊണ്ട്. ഇയാളെ സഹായിച്ചവർ ആരൊക്കെ? നേരത്തെ ഈ ഷീല സണ്ണിയുടെ മകനെയും ഷീല സണ്ണിയുടെ മരുമകളെയും മരുമകളുടെ അനിയത്തിയെയും ഒക്കെ ഈ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. ചില സംശയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യുകയുണ്ടായത്. ഇതിനിടയിൽ ഷീല സണ്ണിയുടെ മകനൊക്കെ തന്നെ ഈ അന്വേഷണത്തോട് സഹകരിക്കാതിരിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോൾ ഇയാൾ പിടിയിലായ സാഹചര്യത്തിൽ ഇവരെയെല്ലാം വീണ്ടും ചോദ്യം ചെയ്യുന്നതിനുള്ള സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. നാരായണദാസ് ആരുടെയൊക്കെ പേര് പറയാൻ പോകുന്നു ഗൂഢാലോചനയിൽ പങ്കാളിത്തമുള്ള, അവരെയെല്ലാം എന്തായാലും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യും. ആരൊക്കെ ഇനി പ്രതിപട്ടികയിലേക്ക് വരും, ഇതിലെ ഗൂഢാലോചന ഭാഗത്തേക്ക് വരും എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ടതാണ്. അതിന് ചോദ്യം ചെയ്യൽ നടക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് 24 പുറത്തുവിട്ടത്. ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജ ലഹരി കേസിൽ കുടുക്കിയ സംഭവത്തിൽ പ്രതി നാരായണദാസ് പിടിയിലായിരിക്കുന്നു. ബംഗളൂരുവിൽ നിന്നാണ് പ്രത്യേക അന്വേഷണ സംഘം ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. ഇയാളെ തൃശ്ശൂരിലേക്ക് കൊണ്ടുവരും. വിശദമായ അന്വേഷണത്തിലേക്ക്, ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പോലീസ് അന്വേഷണം നടത്തും, വിശദമായ അന്വേഷണം നടത്തുമെന്ന വിവരമാണ് ശ്രീകാന്ത് നൽകിയത്.